നാഥ നീ വരും കാലൊച്ചയ്ക്ക് എന്ത് നാടി ഇത്? ഡി അല്ല ഡാ. അത് നമുക്ക് കൂടെ തോന്നണ്ടേ? ഇതൊരു മാതിരി അറ്റ്ലീസ്റ്റ് എനിക്കൊരു മീശയൊക്കെ വെച്ച് നടന്നോട്ടെ. സൽമാൻ ഖാൻ എന്താ മീശ ഉണ്ടായിട്ടാ? അവൻ താങ്കുട്ടിയല്ലേ, എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടടാ. എന്തായാലും 6 മണി കൂടെ സ്റ്റാൻഡ് വിട്ട് കൊടുക്കും, വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണം. എൻ്റെ മോനെ പേഴ്സാ ഇതാ, മാല, ഫോണ്, പൊന്നടാ കൊണ്ട, അതും കൊണ്ടാ നയിച്ചിട്ട് ജീവിക്കണം ഓട്ടോക്കാരെ പറയിപ്പിക്കാനായിട്ട്. മോനെ അത് വൈകുന്നേരം ആരെങ്കിലും വരും. ഇനി ഭയങ്കര ഡീസന്റ് ആയിട്ട് കടം വാങ്ങിയ 500 കിടക്ക്. 500 കിടക്ക്. 500 കിടക്ക്. ഇനി വിട്. ആ മോനെ എന്റെ 500 തന്നിട്ട് പോ മോനെ. മോനെ എനിക്ക് അടവ് വേണ്ടേ? എടുക്കടോ. 10 ഗോൾഡ് ഇനി 490. നോ, തീപ്പെട്ടി ഫ്രീ. നീ വലിക്കണ്ട, ചുണ്ട് കറുത്തു. ചെല്ല് ചെല്ല്. ആ ചേട്ടാ ഇവിടെ ഇവിടെ. വലിയ ഉപകാരം. പോയിന്ന് വിചാരിച്ചതാ, ബസ് കയറിയപ്പോഴാ സംഗതി മനസ്സിലായത്. ഇനിയെങ്കിലും സൂക്ഷിക്കണേ. ഓക്കെ. നിങ്ങൾ എവിടേക്കാ? ഞാൻ സ്റ്റാൻഡിലേക്കാ. എന്നാ എന്നെ ഒന്ന് എവിടെ ഇറക്കോ? പൊതുവെ എനിക്ക് ഭയങ്കര മറവിയാ. ഭാഗ്യം തിരിച്ചു കിട്ടിയല്ലോ. ഇയാളിവിടെ അടുത്താണോ? അതെ, ഞാൻ മുത്താർപ്പടി സ്റ്റാൻഡില്. ഓക്കെ. ഞാൻ നിങ്ങളുടെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് വിളിക്കാലോ? ഓ, അതിനെന്താ. താങ്ക്സ്. എത്ര നേരായി? വരുന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്കായി പോയി, അതാ. ഓക്കെ. എങ്ങോട്ടാ പോണ്ടത്? നേരെ അക്ഷയയിലേക്ക്. ആ, അക്ഷയയിൽ എന്താ കാര്യം? കോഴിക്കുള്ള തീറ്റ കൊടുക്കുന്ന ഇയാൾക്ക് വേണോ? എന്ത് ചോദ്യം മാഷെ. പറഞ്ഞപ്പോ ഇപ്പൊ വരെ വാ, എന്തെങ്കിലും കഴിച്ചിട്ട് പോ. വേണ്ടപ്പാ. വാടോ. രണ്ട് ഓറഞ്ച് ജ്യൂസ്. എനിക്കൊരു ചായ മതി. എനിക്കൊരു കട്ടൻ മതിയേ. തനിക്ക് എന്നോട് എന്റെ പേരെങ്ങനെ ചോദിച്ചൂടെ? അയ്യോ, ഞാൻ മറന്ന്. എന്താ പേര്? അദീന. അദീന പ്രകാശ്. ജോലി എന്താ ചെയ്യുന്നുണ്ടാ? ഒന്നും റെഡി ആയിട്ടില്ല, ട്രൈ ചെയ്യുന്നു. ഞാനിവിടെ ഓട്ടോ ഓടിക്കുന്നു. കഴിക്കടോ. തന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? ആരുമില്ല. പിന്നെ ഒറ്റക്കാ. ആകെയുള്ള ധൈര്യം ചങ്ങായിമാറാ. ഓ, പോലെ. യെസ്. ഞാൻ കൊടുക്കാം, ഇതെന്റെ പാർട്ടിയല്ലേ. ആ സാറല്ലേ, ഞാൻ കൊടുക്കും. ഇതെന്താ ഈ വഴിക്ക്? ഒരാളെ കാണാൻ ഇറങ്ങിയതാ, പിന്നെ നിന്നെ കണ്ടിട്ട് പോവാന്ന് കരുതി. എന്തൊരു വായി നോട്ടാ. നീ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. പറയാൻ പറ്റിയ സ്ഥലത്തട്ടെ, പോയിട്ട് തിരക്കൊന്നുമില്ലല്ലോ. ഇല്ല.
പറയടോ. പ്രേമിച്ച് നടന്നിട്ട് എനിക്ക് ശീലമില്ല, എന്നാലും ഞാൻ തുറന്നു പറയാം. നമ്മൾ പരസ്പരം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ. അങ്ങനെ ഒരു സാഹസം വേണോ? എനിക്ക് തന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ല, എന്നാലും. പിന്നെന്താ? ഞാൻ പറയാം. വിവാഹം കഴിഞ്ഞാൽ എനിക്കൊരു അമ്മയാവാൻ കഴിയില്ല. അങ്ങനെ ഒരു അസുഖം കൊണ്ട് എനിക്ക് ഒരു പെണ്ണിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശാപം. അതിനൊക്കെ ഒരുപാട് പരിഹാരങ്ങളില്ലേ? നമുക്ക് കുട്ടികൾ വേണ്ടെന്ന് വെച്ചാൽ പോരെ? ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു ആവേശത്തിന് പറയുന്നതാ. കുറച്ച് കഴിഞ്ഞാൽ തനിക്ക് ഞാനൊരു ബാധ്യതയാവും. ഇതിനു മുമ്പും കുറേ ആലോചനകൾ വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ ജീവനാ വലുത്. മതി, നമുക്ക് ഈ സബ്ജക്റ്റ് നിർത്താം. ഇതൊന്നും പറയേണ്ട ഒരു മൂഡിലല്ല ഞാനിപ്പോൾ. എൻ്റെ അമ്മ ഹോസ്പിറ്റലിലാ. ഡിസ്ചാർജിന് വേണ്ടുന്ന പണത്തിൻ്റെ ഓട്ടത്തിലാണ് ഞാൻ. നിനക്ക് ഈ കാര്യം കുറച്ച് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. എത്ര വേണ്ടേ? 10. അത് ഞാൻ ഒപ്പിച്ചോളാം. എന്നൊരു കാര്യം ചെയ്യ്, എൻ്റെ വണ്ടീൻ്റെ 3 മാസത്തെ അടവിന് വെച്ച പൈസയുണ്ട്, ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. 10 ഉണ്ട്, പിടിക്കേ, വാങ്ങിക്കേ, പോവാ. മാഡം, ഇവിടെ അമല എന്ന് പറഞ്ഞൊരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഒന്ന് ചെക്ക് ചെയ്ത് പറയാം. അങ്ങനെ ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തില്ലല്ലോ ഇവിടെ. ഇല്ലേ? നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ മാറി കാണും, ഒന്ന് ചെക്ക് ചെയ്താടാ. ഓ ശരി. എടാ, നീ ഇത് റെഡി അല്ലേ? നിന്നെ കൊണ്ട് 10 മണിക്ക് ചെല്ലാന്ന് പറഞ്ഞാ. എടാ, ഇനി നമ്മൾ പറയുമ്പോൾ കേക്ക്, ഇത് ഇൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടേ, അതൊക്കെ അങ്ങ് മറന്നേക്കടാ. എടാ ജിഗീഷേ, പത്രത്തെ പരസ്യം കണ്ടിട്ട് ഞാൻ റെഡിയാക്കിയാടാ. നല്ല സ്റ്റൈലും പെണ്ണാ. ഒന്ന് കെട്ടി ഒഴിവാക്കിയാൽ എന്താടാ? ഓളൊരു ടീച്ചറല്ലേ. നമ്മൾ പറയുന്ന ഒന്ന് കേക്ക്. ചെല്ലടാ, പോ. എന്താണ് എടുക്കാൻ ഒരു മടി? എങ്ങനെയുണ്ട് നിന്റെ പുതിയ ആള്? പൊളിയാ? നിന്റെ പഴയ ചരക്കിനത്ര വരൂല. നീ എന്തൊന്നും മിണ്ടാത്തേ? ഇതാ എടാ, നീ അവളെ നമ്പർ താടാ. എടാ, ആരാ വിളിച്ചേ? എനിക്കറിയില്ല. എടാ നീയാ? എന്താടാ വിളിച്ചേ? അല്ല, എന്റെ വൈഫ്. എടാ, നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? ഇതിപ്പോ അവൾ അറിഞ്ഞ ചൊറിയാവുമല്ലോ. നീ ഇനി ഈ കാര്യം പറഞ്ഞ് വിളിക്കല്ല, കട്ടി.
ചായ എടുക്കട്ടെ? വേണ്ട, ഞാൻ പുറത്തുനിന്ന് അയച്ചോളാം. വണ്ടിയുടെ ലോൺ അടക്കാൻ വേണ്ടി വിളിച്ചിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയതാ. ആ ശരി. ഒരു ചായ. എന്താ പരിപാടി? വണ്ടി പൈസ ഞാൻ അടച്ചോളാം. നിർത്തി, ഞാൻ നടക്കാം. വണ്ടി കൊണ്ടുവല്ലോ. നിർത്തേട്ടാ. കുടിച്ചിട്ടുണ്ടല്ലേ? നന്നായി. ഇനി അതിന്റെ കുറവും കൂടി ഉണ്ടായുള്ളൂ. വണ്ടി എവിടെ? വണ്ടി എവിടെ എന്നല്ല ചോദിച്ചേ. പോയി, അതും പോയി. എന്താ മനസ്സ് പണയം വെച്ചെടുത്ത് അതും അങ്ങ് കൊടുത്താ? ഇതിന് മാത്രം എന്ത് പ്രശ്നം നിനക്കുണ്ടായേ? കുറച്ച് സരി ഞാൻ എല്ലാം കാണുന്നുണ്ട്. എന്തറിഞ്ഞു നീ ഓരോന്നും എടുത്തിട്ടില്ലേ? അല്ലെങ്കിൽ തന്നെ ഓരോന്നും മറക്കാൻ ശ്രമിക്കുമ്പോഴാ. വേണ്ട, മറക്കണ്ട. മനസ്സിലങ്ങ് കുടിയിരുത്തിക്കോ. പിന്നെ എന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? നിങ്ങൾ ചങ്ങായിമാർ പറഞ്ഞിട്ടാ? അതോ എന്റെ ഉദ്യോഗം കണ്ടിട്ടോ? സന്ധ്യ, നീ കുറച്ച് സമാധാനം തരുമോ? സന്ധ്യ, സമാധാനം പോയത് ഇപ്പൊ എന്റെ അല്ലേ? സഹിക്കാൻ പറ്റുന്നതിലപ്പുറം വഷളായപ്പോഴാണ് ഞാൻ എൻ്റെ ആദ്യ ബന്ധം വേണ്ടാന്ന് വെച്ചത്. അതേ ശീലങ്ങൾ നിങ്ങളിലും കണ്ടു. വെറുക്കാൻ മാത്രമേ എനിക്ക് പറ്റൂ. പ്ലീസ് എന്നെ അന്വേഷിച്ച് വരരുത്. എല്ലാരും പോട്ടെ. ആർ യു ഫൈൻ? കുറവുണ്ട് സാറേ. എൻ്റെ വൈഫ് അവളെ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് ആക്സിഡൻറ്റിന് ശേഷം അവളുടെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടാണ് ഉള്ളത്. ഒരു ഓപ്പറേഷൻ കൂടിയുണ്ട്. കാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ?
ദീന, കണ്ണിന്റെ കെട്ടഴിക്കാൻ പോവുകയാണേ. സർ, ഞാനൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ, എനിക്ക് കാഴ്ച നാളെ പറ്റി. എനിക്കത് അറിയണം സർ. അങ്ങനെ ഒരു ഫോർമാലിറ്റീസ് ഇല്ല. മാഡം പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊന്ന് നോക്കാം. സിസ്റ്ററെ, ഐസ് ഓപ്പൺ ഓപ്പൺ. മാപ്പ്. നീ കാഴ്ച വന്നത് എന്റെ കണ്ണിനല്ല, എന്റെ മനസ്സിനാ. എന്നെ പോലെ ഒരാളെ തിരുത്താൻ ഈശ്വരൻ നിന്നെ ബലിയാക്കണ്ടായിരുന്നു.